ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കേരള പാഠാവലിയുടെ വാർഷിക മൂല്യനിർണ്ണയത്തിലെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുന്നത് കേരള പാഠാവലിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മോഡലായിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം. ഗദ്യഭാഗം വായിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ തന്നിട്ടുള്ളത് എന്താണോ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. നമുക്ക് എന്തായാലും ഈ ഗദ്യഭാഗം ഒന്ന് വായിച്ചു നോക്കാം. പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ മുമ്പിൽ എന്നും കൂപ്പുകൈകളുമായി വിസ്മയം തുളുമ്പുന്ന കണ്ണുകളോടെ നിന്നുപോയിട്ടുണ്ട് മനുഷ്യൻ. തന്നിൽ വിസ്മയം തീർത്ത കാണാക്കാഴ്ചകളുടെ പൊരുൾ അറിയാനുള്ള അദമ്യമായ ആവേശം അവൻ്റെ ഉള്ളിൽ എന്നും തിരയടിച്ചിട്ടുണ്ട്. മഴ പൊഴിയുമ്പോഴും കാറ്റ് മുളങ്കാടുകളെ കുലുക്കിയുയർത്തിയാടുമ്പോഴും പുഴ ചിലങ്ക കെട്ടി ഒഴുകുമ്പോഴും ആകാശത്ത് വിടരുന്ന അനന്തകോടി നക്ഷത്രങ്ങൾ ദീപാവലികൾ തീർക്കുമ്പോഴും വിടർന്ന കണ്ണുകളുമായി മനുഷ്യൻ നിന്നുപോയിട്ടുണ്ട്. അപ്പോഴും അങ്ങകലെ അമ്പിളിക്ക് ഒരു നാടുണ്ടെന്നും അവിടുത്തെ കാഴ്ചകൾ കാണണമെന്നും മോഹിച്ചിരുന്നു അവൻ. അത്തരമൊരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കാം പിൽക്കാലത്തെ ചന്ദ്രയാത്രകൾക്കു പിന്നിൽ. മുന്നിൽ വിടരുന്ന ഈ കാഴ്ചകളെ കാർഷിക ജീവിതത്തിൻ്റെ ഭാവനകളിലൂടെ നോക്കിക്കാണാൻ അക്ഷരമറിയാത്ത പഴയ കർഷകർക്ക് കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവുകൾ നാടൻ പാട്ടുകളായി നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഗദ്യഭാഗം. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യൻ കൂപ്പുകൈയുമായി വിസ്മയം തുളുമ്പുന്ന കണ്ണുകളോടെ നിന്നിട്ടുള്ളത് എന്തിനു മുന്നിലാണ്? ദേവാലയത്തിനു മുന്നിൽ, പ്രപഞ്ച വിസ്മയങ്ങളുടെ മുന്നിൽ, ആധുനിക സാങ്കേതിക വിദ്യക്ക് മുന്നിൽ. എന്തിനാണ്? പ്രപഞ്ച വിസ്മയങ്ങൾക്ക് മുന്നിലാണ്. 2, എങ്ങനെയാണ് പുഴ ഒഴുകുന്നത്? മുളങ്കാടുകളെ കുലുക്കി ദീപാവലികൾ തീർത്ത് ചിലങ്ക കെട്ടി. എങ്ങനെയാ? ചിലങ്ക കെട്ടി എന്നാണ് പറയുന്നത് അല്ലേ, ചിലങ്ക കെട്ടി. 3, അമ്പിളിക്ക് ഒരു നാടുണ്ടെന്നും അവിടുത്തെ കാഴ്ചകൾ കാണണമെന്നും മോഹിച്ച മനുഷ്യൻ ആ സ്വപ്ന സാക്ഷാത്കാരത്തിനായി പോയത് എവിടേക്കാണ്? ചന്ദ്രയാത്രക്ക്, കപ്പൽ യാത്രക്ക്, വ്യോമയാത്രക്ക്. ഏതിനായിരുന്നു? ചന്ദ്രയാത്രക്ക് ആയിരുന്നു. 4, കിനാവ് എന്ന വാക്കിന് പകരം കൊടുക്കാവുന്ന പദം ഏത്? സത്യം, സ്വപ്നം, സ്നേഹം. ഏതാണ്? കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ സ്വപ്നം എന്നതാണ് പകരം കൊടുക്കാവുന്ന പദം. 5, മുന്നിൽ വിടരുന്ന കാഴ്ചകളെ കാർഷിക ജീവിതത്തിൻ്റെ ഭാവനയിലൂടെ നോക്കാനായി അക്ഷരമറിയാത്ത പഴയ കർഷകർക്ക് കഴിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവായി നമ്മുടെ മുന്നിലുള്ളത് എന്താണ്? നാടൻ കലകൾ, നാടൻ പാട്ട്, ശാസ്ത്രീയ തെളിവുകൾ. ഏതാണ്? നാടൻ പാട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഉത്തരം പ്രപഞ്ച വിസ്മയങ്ങളുടെ മുന്നിൽ, 2 ചിലങ്ക കെട്ടി, 3 ചന്ദ്രയാത്രക്ക്, 4 സ്വപ്നം, 5 നാടൻ പാട്ട്. അടുത്തത് ആസ്വാദനക്കുറിപ്പാണ്. നക്ഷത്രവും പൂവും എന്ന ഒരു കവിത തന്നിട്ടുണ്ട്. നക്ഷത്രം ഒന്നിനെ കാട്ടി വാനം മുക്കുറ്റിയോട് ചോദിച്ചു, ഉണ്ടോ ഒരെണ്ണം ഇവണ്ണം നിനക്കെന്നോട് മത്സരം കൂടാൻ? താണുപോയല്ലോ ശിരസ് ചെടി, ചെരിക്കീറാനായല്ലോ മിഴികൾ, ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വെല്ലായ്മയൊന്തുള്ളു പാരിൽ, അന്നേരമുണ്ടാ ശിരസിൽ ഒരു കുഞ്ഞുപൂവിൻ്റെ വിരിയൽ, രക്തം പതിച്ചതുപോലെ അതിൻ്റെ കാന്തിയെങ്ങും ചിതറുന്നു, കണ്ണഞ്ചുമാറായി വ്യോമം മണ്ണിൽ, ഇത്രയുമുണ്ടാകുമോ ചന്ദ്രം? നക്ഷത്രം എത്ര നിസാരം, ഇതാ ഭൂമിയിലെ പൊന്നുതാരം, അത്രയും താഴ്മയിൽ നിന്നേ വരൂ ഇത്രക്കു അഴകു പൂവിനും. വീരാൻകുട്ടി എഴുതിയതാണ്. കുമ്മാട്ടി എന്ന കവിതയിൽ കുമ്മാട്ടിയുടെ വരവിനെ കവി വർണ്ണിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇവിടെ തന്നിരിക്കുന്ന കവിതയിൽ മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചിരിക്കുന്നത് നോക്കൂ. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുക്കുറ്റി എങ്ങനെയാണ് വിരിയുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ആസ്വാദന കുറിപ്പ് എഴുതി നോക്കാം. മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വീരാൻകുട്ടി എഴുതിയ നക്ഷത്രവും പൂവും എന്ന കവിതയാണ് ഇവിടെ ആസ്വാദനത്തിനായി തന്നിട്ടുള്ളത്. ആകാശം മുക്കുറ്റിയോട് പൂവിനെ ചോദിച്ചപ്പോൾ ഒരൊറ്റ പൂവുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ ആദ്യം വർണ്ണിച്ചിരിക്കുന്നത്. ആ സമയത്താണ് രക്തം പതിച്ചതുപോലെ ഒരു കുഞ്ഞു പൂവ് വിരിയുന്നത്. അതിൻ്റെ ഭംഗിയെങ്ങും പരക്കുന്നതായും രത്നത്തോടും ഉപമിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നക്ഷത്രത്തെക്കാളും ഭംഗിയും മനോഹാരിതയും ഈ മുക്കുറ്റിപ്പൂവിനുണ്ടെന്ന വാസ്തവമാണ് ഇവിടെ പറയുന്നത്. ഭൂമിയിലെ പൊന്നുന്ന താരമാണ് ഇതെന്നും അത്രയും അഴകും കാന്തിയുമാണ് ഇതിനെന്നും വ്യക്തമാക്കുന്നു. വളരെ ലളിതമായ ഭാഷയിൽ ആവിഷ്കരിച്ചിട്ടുള്ള കവിതയാണിത്. ഓക്കെ, അപ്പോൾ കവിതയിൽ എങ്ങനെയൊക്കെയാണോ മുക്കുറ്റിപ്പൂവിനെ വർണ്ണിച്ചിരിക്കുന്നത് എന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇതിലെ ബി ചോദ്യം, മച്ചി എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പല്ലക്ക്, കട്ടിൽ, തട്ട്. എന്താണ്? തട്ടിനെയാണ് നമ്മൾ മച്ച് എന്ന് പറയുക. ഓക്കെ, പ്രവർത്തനം 4 വർണ്ണനയാണ്.
കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗത്തിലെ കുടുംബനാഥൻ തൻ്റെ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി കിളിയോടൊപ്പം പ്രകൃതിയിലേക്ക് ഇറങ്ങി ആശ്വാസം കണ്ടെത്തുന്നു. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടിട്ടില്ലേ? മനസ്സിൽ മായാതെ നിൽക്കുന്ന അത്തരം ഒരു പ്രകൃതി ദൃശ്യത്തെ വർണ്ണിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രകൃതി ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിനെയാണ് നിങ്ങളവിടെ വർണ്ണിക്കേണ്ടത് അല്ലേ? യാത്രകളൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, അപ്പോൾ അതാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം ഒറ്റപ്പദമാക്കുക. മാതൃക മരത്തിൻ്റെ കൊമ്പ് മരക്കൊമ്പ് എന്നായി മാറി പുഴയുടെ ഓരം എന്തായിട്ട് മാറും? പുഴയോരം എന്നായിട്ട് മാറും. ഓക്കെ, പുഴയോരം. ഈ അടുത്ത പ്രവർത്തനം അഞ്ചാമത്തേതാണ് വിശകലന കുറിപ്പ്. ചെറുതിരിയിൽ തെളിയും വലിയൊരു ലോകം എന്ന പാഠഭാഗത്ത് നിരവധി ആധുനിക സാങ്കേതിക വിദ്യകൾ നാം പരിചയപ്പെട്ടല്ലോ. അവയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ അവിഭാജ്യ ഘടകമായി മാറിയ മൊബൈൽ ഫോണിൻ്റെ ഗുണദോഷങ്ങളെ വെളിപ്പെടുത്തുന്നതിനായി ഈ കാർട്ടൂണ്. ഓക്കെ, അപ്പോൾ ഈ കാർട്ടൂൺ നിങ്ങളൊന്ന് വായിക്കുക. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? മൊബൈൽ ഭൂതമേ സ്കൂൾ തുറന്നു, ഇനിയെങ്കിലും എൻ്റെ കുഞ്ഞിനെ തിരികെ താ. എന്താണ്? പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കാർട്ടൂണാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത് നിത്യജീവിതത്തിൽ മൊബൈൽ ഫോണിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു വിശകലന കുറിപ്പാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, കാർട്ടൂൺ ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ പറയാണ്, സ്കൂൾ തുറന്ന് എൻ്റെ കുഞ്ഞിനെ തായെന്ന് പറയാണ്. മൊബൈൽ പറയാണ് പറ്റില്ല, വല്ല ഓണത്തിനോ സംക്രാന്തിക്കോ വന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ്. ഓക്കെ, അപ്പം മൊബൈൽ അഡിക്ഷൻ ആണ് അവിടെ പറയുന്നത്. അടുത്തതായിട്ട് ഇത്ര പെട്ടെന്ന് മോൻ്റെ ഓപ്പറേഷന് പണം കണ്ടെത്താൻ കഴിയുമെന്ന് കരുതിയതെല്ലാം ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നത് എന്താണ്? നന്ദി എന്നോടല്ല പറയേണ്ടത്, അതിന് പ്രവർത്തിച്ചിട്ടുള്ള നവമാധ്യമങ്ങളോടാണ് എന്ന് പറയണം. അപ്പോൾ നമ്മുടെ മൊബൈലിൻ്റെ ഗുണത്തെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ രണ്ട് കാർട്ടൂണും രണ്ട് രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് എഴുതി നോക്കാം. ഇന്നത്തെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് മൊബൈൽ ഫോൺ. വാർത്തകളും വിവരങ്ങളും തത്സമയം അറിയണമെങ്കിലും ദൂരെയുള്ള ബന്ധങ്ങളെ അടുപ്പിക്കാൻ ഏതൊരു കാര്യത്തെക്കുറിച്ചും നമുക്ക് വേഗം മനസ്സിലാക്കാനും മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും ആവശ്യമാണ്. വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ന് ഇൻ്റർനെറ്റും മറ്റു മാധ്യമങ്ങളും ഉപയോഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്ന് തന്നെയാണിത്. പക്ഷേ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ പല അനാവശ്യമായിട്ടുള്ള രീതികളിലും ഉപയോഗിക്കുമ്പോഴാണ് ദോഷമായി മാറുന്നത്. ഇന്നത്തെ തലമുറ മൊബൈൽ ഫോണിനും ഇൻ്റർനെറ്റിനും പിന്നാലെയാണ്. അവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയങ്ങൾ അവർ ഇതിനായി ഉപയോഗിക്കുകയാണ്. ഇതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷം. എന്നാൽ ഇതേപോലെ തന്നെ ഉപകാരവുമുള്ള ഒന്ന് തന്നെയാണ്. കാർട്ടൂണിൽ പറയുന്ന പോലെ സാമൂഹിക സേവനത്തിനും സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഉപയോഗിക്കാനും അതിൻ്റെ ഗുണങ്ങൾ പ്രയോജനപ്പെടുത്താനും കഴിയട്ടെ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ആ കാർട്ടൂണിനെ വിശകലനം ചെയ്താണ് ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം, ആറാമത്തെ പ്രവർത്തനം പത്രവാർത്തയാണ്. ഭൂമിക്ക് വേണ്ടി ഒരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗം നമ്മൾ പഠിച്ചല്ലോ. പ്രകൃതി ഒരുക്കിയ ഒരു പുഷ്പോത്സവം തന്നെയായിരുന്നു അത്. കാർഷിക ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ അപ്പുവിൻ്റെ വിദ്യാലയത്തിലും ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നു. അതിനായി അവർ നോട്ടീസ് തയ്യാറാക്കി. എന്താണ് പുഷ്പോത്സവം? സുഹൃത്തെ, ഗവൺമെൻറ് UP സ്കൂൾ പെരുവണ്ണാപുരത്തെ വിദ്യാർത്ഥികൾ തങ്ങൾ വീട്ടിൽ വളർത്തിയ പൂച്ചെടികളും ഫലവൃക്ഷത്തൈകളും അണിനിരത്തിക്കൊണ്ട് വർണ്ണാഭമായ ഒരു പുഷ്പോത്സവം സംഘടിപ്പിക്കുന്നു. തീയതി 15/2/2025. വേദി സമയം 10 AM. വേദി സ്കൂൾ അങ്കണം. ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ്. മുഖ്യാതിഥി പരിസ്ഥിതി പ്രവർത്തകൻ NA നസീർ. എല്ലാ രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ക്ഷണിക്കുന്നു. പെരുവണ്ണാപുരം കൺവീനർ കാർഷിക ക്ലബ്ബ്. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ പുഷ്പോത്സവത്തിൻ്റെ വാർത്ത വന്നു. നിങ്ങൾ ആ പത്രവാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ തയ്യാറാക്കേണ്ടത്. അതിലെ ബി ചോദ്യം നോക്കാം. ചിന്നമുണ്ടി എന്ന കഥാസമാഹാരം ആരുടെ കൃതിയാണ്? PK പാറക്കടവ്, അംബികാസുൻ മങ്ങാട്, കാവലം നാരായണ പണിക്കർ. ആരാണ്? അംബികാസുൻ മങ്ങാടിൻ്റെതാണ് ചിന്നമുണ്ടി എന്ന കഥാസമാഹാരം. ഓക്കെ, ഇനി നമുക്ക് പത്രവാർത്ത നോക്കാം. പത്രവാർത്ത എഴുതുമ്പോൾ നമ്മളതിന് തലക്കെട്ട് കൊടുക്കണം. വർണ്ണാഭമായ പുഷ്പോത്സവം. പെരുവണ്ണാപുരം ഗവൺമെൻറ് UP സ്കൂൾ പെരുവണ്ണാപുരം വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച വർണ്ണാഭമായ പുഷ്പോത്സവം നടന്നു. വിദ്യാർത്ഥികൾ വീടുകളിൽ നട്ടുവളർത്തിയ പൂച്ചെടികളും ഫലവൃക്ഷ തൈകളുമാണ് പ്രദർശനത്തിന് ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 2 രാവിലെ 10 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ച ഈ പരിപാടിയിൽ മുഖ്യാതിഥിയായി പരിസ്ഥിതി പ്രവർത്തകൻ NA നസീർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ചേർന്ന് പരിപാടിയെ വളരെ നല്ല രീതിയിൽ വിജയിപ്പിച്ചു. പ്രകൃതി അറിഞ്ഞും അതിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും മുഖ്യാതിഥി വിശദീകരിച്ചു. ഓക്കെ, അപ്പോൾ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഒരു പത്രവാർത്ത തയ്യാറാക്കേണ്ടത്. ചിലപ്പോൾ പത്രവാർത്ത തന്നിട്ട് അതിൽ നിന്നും നോട്ടീസ് എഴുതാനും പറയാറുണ്ട്. അപ്പോൾ അതും കൂട്ടുകാർ പഠിച്ചു വെക്കുക. ഓക്കെ, ഇത് നമ്മൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.